ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു ഈസി റെസിപ്പിയാണ് ചിക്കൻ ചിപ്സ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്കായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചിക്കൻ ചിപ്സിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇതുപോലെ കണ്ടോ തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് തിന്നാക്കണ്ട, ഈ ഒരു കട്ടിയിൽ എടുത്താൽ മതി. തീരെ തിന്നായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ക്രിസ്പി ആയി പോകും, അപ്പോൾ അത് ടേസ്റ്റ് കൊള്ളത്തില്ല. അതുകൊണ്ട് ഈ ഒരു കട്ടിയിൽ എടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ഷേപ്പ് ഒന്നും പ്രശ്നമില്ല, ഏതെങ്കിലുമൊക്കെ ഷേപ്പ് വരുന്നത് തന്നെയാണ് ഭംഗി. അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 സെപ്പറേറ്റ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ വെച്ച് ചേർക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടാണ് പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ മുളക് പൊടി എരിവുള്ളതോ കാശ്മീരി ചില്ലി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്തായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. ഇപ്പോൾ കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കും. നമ്മൾ ചിക്കനിലും ചേർത്തിട്ടുണ്ട്. ഇത് ബാറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉള്ളത്. ഒരുപാട് തിന്നുമല്ല, ഒരുപാട് തിക്കുമല്ല. ഒരുപാട് തിന്നാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലോർ അങ്ങിട്ട് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കൂടി ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാറ്റർ ഇച്ചിരി തിന്നാണെങ്കിലും നമ്മളത് ചിക്കൻ അതിലേക്ക് ഇട്ട് മിക്സ് ആക്കി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് നേരം മാറ്റി വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ ചിക്കനിലേക്ക് ഈ ബാറ്ററൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പെട്ടെന്ന് മാരിനേറ്റ് ആയി കിട്ടും. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിൽ. സമയമില്ലെങ്കിൽ 30 മിനിറ്റെങ്കിലും വെക്കുക. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ആ ബാറ്ററൊക്കെ കണ്ടോ ചിക്കനിലേക്ക് നന്നായിട്ട് ഇങ്ങനെ കോട്ടായതുപോലെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചിക്കനും ഇങ്ങനെ എടുത്തിട്ട് ആ ബാറ്ററിലൊന്ന് കോട്ട് ചെയ്തിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഓരോന്നോരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി, ഒരുമിച്ചൊന്നും എടുത്തിട്ട് കൊടുക്കില്ല, പിന്നെ എല്ലാം തമ്മിൽ ഒട്ടിയിരിക്കും. ഇത് വളരെ ഈസിയാണ്, ഇതിങ്ങനെ ഇട്ട് കൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ആയെന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യമേ അങ്ങ് തിരിച്ചിടണ്ട, ജസ്റ്റ് ഒരു സൈഡ് ആകുമ്പോൾ അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു സൈഡായി തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുക. ഇത് തിൻ കട്ട്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാടിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തപ്പോൾ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര ക്രിസ്പി ആയി പോവും. ഉള്ളിൽ നിന്ന് നല്ല ചിക്കൻ സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കളറൊന്നും മാറണ്ട. നമുക്കത് മനസ്സിലാകും കുക്കായി കഴിയുമ്പോൾ. നമ്മൾ ഇളക്കുന്ന സമയത്ത് ചെറിയൊരു തട്ടുമുട്ട് സൗണ്ടൊക്കെ കേൾക്കും, ഒരു ക്രിസ്പി ആവുന്ന സൗണ്ട് ഉണ്ട് അതുപോലെ. പിന്നെ നമ്മൾ ഇതുപോലെ സ്പൂണിലൊന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് ചെറിയൊരു വെയിറ്റ് ഒക്കെ തോന്നിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇൻഡിക്കേഷൻ. ഇപ്പോൾ ഇതിവിടെ എല്ലാം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടു, ഒരുപാടങ്ങ് കളറ് മാറാൻ നിൽക്കേണ്ട, ഈ ഒരു കളറ് മതി. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. എണ്ണയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ചിക്കനും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് ചില്ലി മയണൈസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുറമേ ചെറിയൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.